നിങ്ങൾ ഈ വാർത്താ ഹെഡിങ് കണ്ട പോലെ തന്നെ 10,000 പേർക്ക് തൊഴിലും അതുപോലെ തന്നെ വനിതകൾക്ക് പ്രത്യേകം തൊഴിൽമേളയും കൊടുക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ് നമുക്കിപ്പോൾ ഈ ഒരു വാർത്തയിലൂടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണ് ഈ വാർത്തയ്ക്കകത്ത് ഉദ്ദേശിച്ചിട്ടുള്ളതും എങ്ങനെ ഈ ഒരു 10,000 പേരിനകത്ത് നമുക്ക് ഉൾപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മേളകൾ നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് തിരുവനന്തപുരം, കോഴിക്കോടും എറണാകുളത്താണ്. 3 സ്ഥലങ്ങളിലാണ്, തിരുവനന്തപുരത്തും കോഴിക്കോടിലും അതുപോലെ എറണാകുളത്തുമാണ് ഈ 10,000 പേരെ സെലക്ട് ചെയ്യാനുള്ള ഈ ഒരു തൊഴിൽമേള നടക്കുന്നതെന്ന് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ എങ്ങനെ നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. സ്വകാര്യ മേഖലയിൽ 5 വർഷത്തിനകം 20 ലക്ഷത്തോളമുള്ള തൊഴിലവസരങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വനിതകൾക്ക് പ്രത്യേകം തൊഴിൽമേള കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. അതുപോലെ തന്നെ 10,000 പേർക്ക് ജോലി ലക്ഷ്യമാക്കിക്കൊണ്ട് കേരള നോളജ് എക്കോണമി മിഷനാണ് ഈ ഒരു മേള സംഘടിപ്പിക്കുന്നത്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന വനിതകൾക്കായിട്ട് ബാക്ക് ടു കരിയർ എന്ന പേരിൽ ഡിസംബർ 21 ഡേറ്റ് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഡിസംബർ 21 തിരുവനന്തപുരത്തെ പൂജപ്പുര LBS ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആദ്യത്തെ മേള നടക്കുന്നത്. ഓക്കെ, അപ്പോൾ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണിത്. ഇതിൻ്റെ പേരാണ് ബാക്ക് ടു കരിയർ എന്ന് പറയുന്ന പ്രോഗ്രാം. ഇത് നടക്കാൻ പോകുന്നത് ഡിസംബർ 21 തിരുവനന്തപുരം പൂജപ്പുര LBS ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അതാണ് ഇതിൻ്റെ ആദ്യ മേള എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കോഴിക്കോട് ജനുവരി 10 കേട്ടോ. കോഴിക്കോട് ജനുവരി 10 അതുപോലെ തന്നെ എറണാകുളത്ത് ജനുവരി 16 ഓക്കെ, അപ്പോൾ കോഴിക്കോട് ജനുവരി 10 എറണാകുളത്ത് ജനുവരി 16 ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പൊതു തൊഴിൽമേളകൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു വാർത്ത നമ്മളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ നമ്മുടെ കാര്യവട്ടം ക്യാമ്പസിനകത്ത് വെച്ച് ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തനംതിട്ട ജില്ലകളിൽ കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് ജില്ലകളിൽ ജനുവരി 6 മുതലാണ് കേട്ടോ. ബാക്കിയുള്ള ജില്ലകളിൽ ജനുവരി 6 മുതൽ 20 വരെയാണ് മേളകൾ. ഫുൾ ടൈം, പാർട്ട് ടൈം, അതേപോലെ ഫ്രീലാൻസ്, അതുപോലെ വർക്ക് ഫ്രം ഹോം, വർക്ക് നിയർ ഹോം ഉൾപ്പെടെയുള്ള തൊഴിലവസരങ്ങളാണ് ലഭ്യമാകുക. വെർച്വൽ തൊഴിലവസരങ്ങൾക്ക് ജനുവരി 21, 22, 23 തീയതികളിൽ തൊഴിൽദാതാക്കൾക്കും തൊഴിലന്വേഷകർക്കും രജിസ്റ്റർ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്കാണ് താഴെ കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. www.knowledgemission.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സൈറ്റ് ഒന്ന് സന്ദർശിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. തിരുവനന്തപുരത്ത് തൊഴിൽമേള ഏകദേശം 85ഓളം ഒഴിവുകളാണ് ഉണ്ടെന്നാണ് നമുക്ക് ഈ ഒരു വാർത്തയിൽ കാണാനായിട്ട് കഴിയുന്നത്. എന്താണ് ഈ വാർത്തക്കകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത സംരംഭമായിട്ടുള്ള മോഡൽ കരിയർ സെൻറ്റർ ജനുവരി 3 രാവിലെ 10 മുതൽ തിരുവനന്തപുരത്തെ PMGയിലെ സ്റ്റുഡൻറ് സെൻറ്ററിലെ യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ സൗജന്യമായിട്ട് ഉള്ള പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സൗജന്യമായിട്ടാണ് ഈ ഒരു പ്ലേസ്മെൻറ്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നത്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ഇതിലേക്കൊന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എംപയർ മോട്ടോഴ്സ്, അതേപോലെ തന്നെ HDFC ലൈഫ് എന്നീ സ്ഥാപനങ്ങളിൽ, അതേപോലെ ITI ഡിപ്ലോമ ബിരുദ യോഗ്യത ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ജില്ലയിൽ ഈ ഒരു യോഗ്യത ഉള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ ITI ഡിപ്ലോമ അല്ലെങ്കിൽ ബിരുദ യോഗ്യതക്കാർക്ക് ജില്ലയിലെ 85 ഒഴിവുകളിലേക്കാണ് അവസരം ലഭിക്കുന്നത്. ഡിസംബർ 30 എന്ത് ചെയ്യണം, താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ടല്ലോ, ഈ ലിങ്ക് നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ www.facebook.com MCC TVM ഈ ഒരു ലിങ്ക് നിങ്ങളൊന്ന് സന്ദർശിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുക. ഈ ഫോൺ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഈ ഒരു വാർത്തയോ അല്ലെങ്കിൽ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുമെന്ന് നമുക്കതിലേക്കും ചെക്ക് ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് 27 മെഗാ തൊഴിൽമേള നടക്കുന്നത്. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ 1000-ലേറെ തൊഴിലവസരങ്ങളാണ് ഈ ഒരു മെഗാ തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 27 ഹോസ്ദുർഗ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 9 മുതൽ 5 വരെയാണ് മേള എന്ന് പറയുന്നത്. 8 മുതൽ 40 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതിലേക്കുള്ള ലിങ്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, ഈ താഴെ കാണുന്ന ഈ ഫോൺ നമ്പറിൽ വിളിച്ച ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ളിടത്ത് വീഡിയോ പോസ് ചെയ്ത ശേഷം ഈ ലിങ്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങളെല്ലാവരും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ തുടർന്നും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസും ക്ലാസ്സുകളും ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ.